ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുണ്ട്ര സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് ഞങ്ങളൊരു 1 ഡേ ടൂറിന് വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ മർത്തമറിയം സമാജ അംഗങ്ങളെല്ലാവരും കൂടെയാണ്. ഒരു 55 പേരുണ്ട്. അപ്പം ഒരു യാത്രയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ കാണാം. അപ്പം നമ്മുടെ ഈ യാത്രയെക്കുറിച്ചുള്ളതായ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വികാരി അച്ഛനായ പി തോമസ് അച്ഛൻ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും അതൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക. അതിനനുസരിച്ച് നമ്മുടെ യാത്രയിൽ നമ്മൾ അതേപോലെ കെയർ ചെയ്ത് നമ്മൾ നടക്കാനും അതേപോലെ ഒത്തൊരുമിച്ച് നടന്ന് എല്ലാ കാഴ്ചകളും കാണാനായിട്ട് ശ്രദ്ധിക്കുക. ത്രിയേക ദൈവത്തിന്റെ വലിയ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കുണ്ടറ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നിന്നും 2026 ഫെബ്രുവരി 11, അതായത് ഇന്ന് രാവിലെ 6 മണിക്ക് ദേവാലയത്തിൽ നിന്നും പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച 54 പേരടങ്ങുന്ന തീർത്ഥാടന വിനോദയാത്ര ആലപ്പുഴ പാതിരാമണൽ, തണ്ണീർമുക്കം ബണ്ട്, അർത്തുങ്കൽ പള്ളി, ആലപ്പുഴ ബീച്ച് എന്നിവ സന്ദർശിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. കുണ്ട്ര വലിയ പള്ളിയിലെ മർത്തമറിയം സമാജ പ്രവർത്തകര് ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു. വിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള 15 നോയമ്പ് പെരുന്നാൾ ഉൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും മർത്തമറിയം സമാജ പ്രവർത്തകരാണ് നടത്തുന്നത്. 9 വാർഡുകളായി ഇടവകയിലെ എല്ലാ ഭവനങ്ങളും പ്രാർത്ഥന വരത്തക്ക രീതിയിൽ മികച്ച പ്രവർത്തനം ഇടവകയിലെ മർത്തമറിയം സമാജ പ്രവർത്തകര് കാഴ്ചവെക്കുന്നു. ഇന്നത്തെ ഈ യാത്ര അനുഗ്രഹകരമായി തീരുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഹോട്ടൽ ബ്രദേഴ്സിലാണ് കയറുന്നത്. എല്ലാവരും കുഞ്ഞാടുകളെല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എൻ്റെ കൊച്ചുമക്കൾ കിട്ടി എല്ലാവരും സെറ്റ് ആവുന്നതേ ഉള്ളൂ. സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. പ്രിയമുള്ളവരെ, നമ്മുടെ യാത്ര കുണ്ട്ര വലിയ പള്ളിയിൽ നിന്നും ആരംഭിച്ച് ആലപ്പുഴയിൽ എത്തി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ആലപ്പുഴ ബൈപ്പാസ് റോഡിലുള്ള ബ്രദേഴ്സ് ഹോട്ടലിലാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. വിഭവസമൃദ്ധമായിട്ട് രുചിയായിട്ട് ഭക്ഷണം കഴിച്ചു. ഇനി നമ്മളിവിടെ നിന്നും യാത്ര പോകുന്നത് ഹൗസ് ബോട്ടിലേക്ക് കയറാനായിട്ടാണ്. ഹൗസ് ബോട്ടിൽ 6 മണിക്കൂറോളം ഉള്ളൊരു യാത്രയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അർത്തുങ്കൽ പള്ളി, തണ്ണീർമുക്കം ബണ്ട് എന്നീ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. എല്ലാവരും യാത്രയിൽ വളരെ ചില്ലായിട്ട് വളരെ സന്തോഷമുള്ളവരായിട്ടിരിക്കുന്നു. ഈ യാത്ര ദൈവകൃപയാൽ സന്തോഷമായിട്ട് തന്നെ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് സാരമില്ല, കഴിച്ചു. അതിനകത്ത് സൗണ്ടില്ല, ഇത് ഇടയ്ക്ക് പാട്ടിടത്തേ ഉള്ളൂ. ഹലോ, ഞാൻ കഴിച്ചില്ല. എന്താ വെച്ചാലും മതി. കുണ്ടറ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ മർത്തമറിയം സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന തീർത്ഥാടന വിനോദയാത്രയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്നിവിടെ കടന്നു വന്നപ്പോൾ ഞങ്ങളെ വളരെ ഹൃദ്യമായി സ്വീകരിച്ച ആലപ്പുഴ ബ്രദേഴ്സ്, ഈ സമുച്ചയ ഹോട്ടല്, അതുപോലെ താമസിക്കാനുള്ള റൂം സൗകര്യമൊക്കെയുള്ള ഈ ഒരു വലിയ സമുച്ചയം നമ്മളെ വളരെ സന്തോഷമായി സ്വീകരിച്ചു. നല്ല ഭക്ഷണമൊക്കെ തന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ മാനേജരായിരിക്കുന്ന ശ്രീ ബാലു നമ്മളോടൊപ്പമുണ്ട്. ഒത്തിരി സംഭവങ്ങൾ ഉറങ്ങുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഇതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്ക് നല്ല ഭക്ഷണം തന്ന് കൃത്യസമയത്ത് നമുക്ക്
രുചികരമായ ഭക്ഷണം തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്തിയ സ്ഥാപനത്തോട് ഉള്ള എല്ലാ കടപ്പാടും അറിയിക്കുന്നു. ഈ നമ്മുടെ യാത്രയൊക്കെ അനുഗ്രഹകരമാകാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചെരുപ്പ് ഊരിയിട്ടിട്ടായിരുന്നു. ഓമനയും കേട്ടില്ലയോ? നമ്മളിപ്പം എല്ലാവരെയും കൂടെ ഒരുമിച്ചൊന്ന് ഇരിക്കുന്നുള്ളതേ ഉള്ളൂ. നമുക്ക് താഴെ വെള്ളം എവിടെ വേണമെങ്കിലും ഇരിക്കാം. ആർക്കൊന്നും പറയാനില്ലയോ? ബോട്ടിന്റെ മേളിൽ കയറി ഇരുന്നിട്ട് അങ്ങനെ എല്ലാവരും ബോട്ടിനകത്ത് കയറി. ഇനിയും ബോട്ടിനകത്തുള്ള എല്ലാവരുടെയും കുറച്ച് തമാശകളും കൊച്ചു കൊച്ചു കലാപരിപാടികളും ഒക്കെയാണ്. ഇനി നമുക്ക് കായലിലൂടെയുള്ള യാത്രകളും വിശേഷങ്ങളും ഒക്കെ കാണാം. കുണ്ടറ സെൻറ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി മർത്തമറിയം സമാജത്തിൻ്റെ അംഗങ്ങളാണ് ഇപ്പോൾ ഈ ബോട്ടിനകത്ത് ഇപ്പോൾ ഇരുന്ന് യാത്ര ചെയ്യുന്നത്. നമ്മൾ രാവിലെ ദേവാലയത്തിൽ നിന്നും പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. ഇതുവരെയുള്ള യാത്രയിൽ ദൈവം തമ്പുരാൻ നമ്മളെ അതിശയകരമായിട്ട് കാത്തു പരിപാലിച്ചു. ഇനി നമ്മൾ വേമ്പനാട്ട് കായലിലൂടെയൊക്കെയുള്ള ഒരു വലിയ ഉല്ലാസ യാത്രയാണ് ഇപ്പോൾ നടത്തുന്നത്. ദൈവം നമുക്ക് ഇത്രയൊരു വലിയ ഭാഗ്യം തന്നതിനെ ദൈവത്തെ സ്തുതിക്കാം. നമ്മളാരും അഹങ്കരിക്കുകയോ നിഗളിക്കുകയോ ചെയ്യാതെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. നമുക്കിപ്പോൾ നേരെ പാതിരാമണൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപിലേക്കാണ് പോകുന്നത്. പണ്ട് അവിടെ ആളുകൾക്ക് ഇറങ്ങാൻ അനുവാദമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പാതിരാമണലിൽ നമുക്കൊന്ന് ഇറങ്ങാനുള്ള അവസരമുണ്ട്. വേമ്പനാട്ട് കായൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. കടലുപോലെയുള്ള ഒരു കായലാണ് വേമ്പനാട്ട് കായൽ. നമുക്ക് ഒരുപക്ഷെ അങ്ങേയറ്റം നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റാതെ കാറ്റും കോളും ഒക്കെയുള്ള സാധാരണ എല്ലാ ബോട്ടുകൾക്കും പോകാൻ ഭയപ്പെടുന്ന ഒരു സ്ഥലമാണ് വേമ്പനാട്ട് കായൽ. കാരണം കടൽ പോലെയുള്ളതാണ്. അതിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പാതിരാമണലിൽ ചെന്ന് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ മടങ്ങി വരാൻ തൊക്കോണം ദൈവം ഇടയാക്കട്ടെ. 2-3 മണിക്കൂർ ദൈർഘ്യമുണ്ട് നമ്മൾ പാതിരാമണലിൽ ചെല്ലുവാനായിട്ട്. നമുക്ക് മടങ്ങി വന്ന് സന്തോഷത്തോടെ മറ്റു ചില ദേവാലയങ്ങളും ഒക്കെ സന്ദർശിച്ച് തിരികെ എത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിതിന് ഒപ്പം നേതൃത്വം നൽകുന്നത്, ഭംഗിയായിട്ട് ഇതൊക്കെ ക്രമീകരിക്കുന്നത് നമ്മുടെ മർത്തോറിയ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമതി ലാലി ജോൺ ആണ്. ലാലി ജോണിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ വിദഗ്ധമായ പരിശീലനം നേടിയിട്ടുള്ള വ്യക്തിത്വമാണ്. അനേകം ടൂറുകൾ നടത്തി വിജയിപ്പിച്ച നല്ല കഴിവുള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ക്രമീകൃതമായ രീതിയിൽ ഈ ടൂർ സംഘടിപ്പിക്കാൻ ഇടയാകുന്നത്. പിന്നെ നമുക്ക് ഇന്നലെ ഉച്ചയ്ക്കാണ് നമ്മുടെ ഈ മിനി നമ്മളോടൊപ്പം വേണമെന്നുള്ളത് കൊണ്ട് ഇന്നലെ മിനിയെ നമ്മൾ ഇതിനോടൊപ്പം യൂട്യൂബറായ മിനിയെ നമ്മൾ ഇതിനോടൊപ്പം കൂട്ടാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിച്ചു. മിനി നമുക്ക് വേണ്ടി ഇതെല്ലാം ഒന്ന് പകർത്തി എല്ലാവരെയും കാണിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നു. നമ്മുടെ യാത്ര അനുഗ്രഹകരമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂർ എടുക്കും നമ്മൾ പാതിരാമണലിൽ എത്താനായിട്ട്. ബോട്ടിലൂടെയുള്ള യാത്രയാണ്. നമ്മൾ ഏകദേശം അച്ഛനും കൊച്ചമ്മയും ഉൾപ്പെടെ 52 പേരാണുള്ളത്. നമ്മുടെ മുമ്പിൽ ഇഷ്ടംപോലെ സമയമുണ്ട്. നല്ല കാലാവസ്ഥയാണ്. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനകത്ത് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. പാടുകയോ ഡാൻസ് ചെയ്യുകയോ കിസ് നടത്തുകയോ എന്ത് വേണേലും നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് അവർ വെൽക്കം ഡ്രിങ്ക്സ് തന്നു കഴിയുമ്പോൾ സാവകാശം താഴെ പോയിരിക്കാം. ഈ ബോട്ടിനകത്ത് 4 ബെഡ്റൂമുണ്ട്. ആർക്കെങ്കിലും കിടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കിടക്കാം. പക്ഷെ എല്ലാവരും പോയി കിടക്കല്ലേ, എങ്കിൽ പിന്നെ നമുക്ക് ഈ കാശ് കൊടുത്ത് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, നമുക്ക് വീട്ടിൽ കിടക്കാമായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ ഒത്തൊരുമിച്ച് ചേർന്ന ഒരു സന്തോഷം. പിന്നെ പാതിരാമണൽ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ദ്വീപാണ്. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. നമ്മൾ ഈ പാതിരാമണൽ എന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു കാര്യം അവിടെ ചെല്ലുമ്പോൾ കാണത്തില്ല. കാരണം അത് ഒരു വ്യക്തിയുടെ ആയിരുന്നു. ഇപ്പം ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നതാണ്. കുറേ കണ്ടൽക്കാടുകളും ഒക്കെ ഉള്ള ഒരു പ്രദേശം. അതിനകത്ത് നമ്മൾ ഒരുമിച്ച് പോവുക. ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നതാണ്. നമ്മളീ പറയുന്ന വേഗ ബോട്ടുകാരവിടെ കാണും. ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ബോട്ടുകാരൊക്കെ യാത്രയ്ക്ക് അവിടെ വരും. അപ്പം നമ്മൾ പരസ്പരം ഒരുമിച്ച് നിന്ന് ശ്രദ്ധിക്കുക. ഈ യാത്ര നമുക്കെല്ലാവർക്കും സന്തോഷകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാറ്റിനെയും
ലെമൺ ജ്യൂസ് ഒക്കെ സെർവ് ചെയ്തു. രസമുണ്ട് സത്യം പറഞ്ഞാൽ. എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ പാഴാക്കാതെ വരണം. ആരും ഡാൻസും പാട്ടും ഒന്നും ഇല്ല. ഒരു ഡാൻസോ പാട്ടോ ഒക്കെ ആവട്ടെ. ഓർത്ത് വേണമെങ്കിൽ തരാൻ, കുളിച്ചോ? ക്രെയിൻ ഉണ്ട് അമ്മമ്മേ, അവിടെ ചാടി വന്ന് ക്രെയിൻ ഉണ്ട്, പൊക്കിഞ്ഞെടുക്കും കുളിപ്പിച്ചിട്ട്. ആശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ആശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ തൊഴിലാളെ വേണം, കുഴൽ വേണം, കുരവ വേണം. അല്ലാതാരും കടന്നു വരാൻ കഴിയില്ല കർത്താവേ. അങ്ങ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു, ഞങ്ങളുടെ കൊച്ചുമക്കളെ സൂക്ഷിച്ചു, ഞങ്ങളുടെ പങ്കാളികളെ സൂക്ഷിച്ചു. ഞങ്ങളുടെ ഭവനത്തിൽ ശാന്തത സമാധാനം തന്നുകൊണ്ടാണ് അടിയങ്ങളെ കടന്നു വരാൻ സഹായിച്ചത്. അടിയങ്ങളെ ഒക്കെ ഇത്രത്തോളം ബലപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ദൈവമേ, നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കട്ടെ. പരിപാവനമാം തിരുനാമം ഞങ്ങൾക്കിന്നാലംബം. പരിശുദ്ധിയെഴുந்தாതാ പരിമലയുടെ ഭാജനമേ, പകരേണം നാഥ നിൻ കൃപ ഞങ്ങൾക്ക്. പരിശുദ്ധിയെഴുந்தாതാ പരിമലയുടെ ഭാജനമേ,
പകരേണം നാഥ നിൻ കൃപ ഞങ്ങൾക്ക്. പാടി വരുന്നു ഞങ്ങൾ പാവക സന്നിധിയിൽ, പാടുകളെ മുറ്റും നീക്കിയടിയാരെ പാലനം ചെയ്യണമെന്നുമെന്നും. റൂമൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ സൗകര്യമൊക്കെ ഉണ്ട്. റൂമൊക്കെ അടിപൊളി റൂമൊക്കെയാണ്. റോഡിനകത്തുള്ള കിച്ചണാണ് ഇത്. ഭക്ഷണം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. എല്ലാ സംഭവങ്ങളും ഓക്കെയാണ്. നല്ല ഇഷ്ടംപോലെ സൗകര്യം കേട്ടോ കൂടിനകത്ത്. നേരെ പോകുന്നത് പാതിരാമണിലേക്കാണ്. നേരെ ബാക്കിൽ കാണുന്ന തുരുത്താണ് പാതിരാമണിൽ. ഇതിൻ്റെ റൈറ്റ് സൈഡ്, അതായത് ആ സൈഡ് നേരെ കുമരകമാണ്. കുമരകം, വെച്ചൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. നേരെ ബാക്കിൽ കാണുന്ന സ്ഥലം കൈനഗിരിയാണ്, മാർത്താണ്ഡ, ആർ ബ്ലോക്ക്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സൈഡ് നേരെ കായിപ്പുറം, മുഹമ്മയൊക്കെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് വേമ്പനാട് കൂടെയാണ് പോകുന്നത്. പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സമയമാവും. നേരെ അവിടെ നമ്മൾ വേറെ റൂട്ടുണ്ട്, അതായത് കനാലും റിവറും ലേക്കും മിക്സ് ചെയ്ത സ്ഥലമുണ്ട്. അതായത് കൈനഗിരി, നെടുമുടി, വേണാട്ടുകാട് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ഒരു വ്യത്യസ്തമായിട്ട് 3 സ്ഥലങ്ങൾ വഴി പോകാം. ചെറിയ കനാലുണ്ട്, ആറുണ്ട്, കായലുണ്ട്. ഏതാ വെച്ചാൽ അത് ഇവിടുന്ന് കുമരകത്ത് നിന്ന് വരുന്നത് വെച്ചാൽ അതെ 1.5 കിലോമീറ്റർ, ഒരു നോട്ടിക്കൽ മൈൽ. അതെ 1.5 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ബഹുമാനപ്പെട്ട അച്ഛനും ബോട്ട് ഓടിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അതാണ് പറയുന്നത്, അവസരങ്ങളൊന്നും പാഴാക്കരുതെന്ന്. ദൈവം ദൈവം നമുക്ക് സാവകാശം ഒരുക്കി. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഒരുപാട് കൂട്ടുകാരെ ദൈവം കാണുവാൻ ഇടയാക്കി. നമ്മൾക്ക് സന്തോഷം പങ്കിടുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ച് ഇത്രമാത്രം ഒരു കരുതുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ഈ അവസരങ്ങളൊന്നും പാഴാക്കരുത്. നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടുന്ന അവസരമല്ലിത്. വല്ലപ്പോഴും ഒക്കെ വീണ് കിട്ടുന്ന ഒരു അവസരം നമ്മൾ നന്നായി വിനിയോഗിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞ് ജീവിക്കണം. ഇപ്പോഴേ ഞങ്ങൾ ഇവിടെ പാതിരാമണലിലെത്തി. എന്താണ് ഒരു ഏർമാടമാണിത്. അപ്പം അതിൻ്റെ മുകളിലോട്ടൊന്ന് കയറിയിട്ട് വരട്ടെ. ഓക്കേ. ഇതാ സമയം ഉച്ചയോടടുത്തിരിക്കുന്നു. നമ്മുടെ മർത്തോമറിയ സമാജത്തിൻ്റെ ഏകദിന വിനോദ തീർത്ഥാടന യാത്ര നമ്മൾ പാതിരാമണൽ ദ്വീപിലേക്ക് എത്തിയിരിക്കുന്നു. പള്ളാത്തുരുത്തി ചർച്ചിൽ നിന്നും ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്താണ് നാം പാതിരാമണൽ ദ്വീപിലേക്ക് എത്തിയിരിക്കുന്നത്. പാതിരാമണൽ ദ്വീപിൻ്റെ വിവിധ കാഴ്ചകളിലൂടെ ഏറുമാടത്തിൽ നിന്നും ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഞങ്ങളെ വരും. പാതിരാമണലിലെത്തിയപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി എൻ്റെ ബാല്യകാല സുഹൃത്തായ രതി ദേവിയെ കണ്ടുമുട്ടാനായിട്ട് ഇടയായി. എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായി. പുള്ളിക്കാരത്തേക്ക് എന്നെ മനസ്സിലായില്ല കേട്ടോ. പക്ഷേങ്കിൽ എന്നെ കണ്ടിട്ട് ചിരിക്കുകയും ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. പക്ഷെ ഒരുമിച്ച് പഠിച്ചാണ് എന്നൊന്നും മനസ്സിലായില്ല. അന്നേരം പറയുന്നത് ഞാൻ ഒരുപാട് മാറിപ്പോയി എന്ന്. പക്ഷെ ഒരുപാട് സന്തോഷമായി രതി ദേവിയെ കണ്ടതില്ല. അങ്ങനെ ഞങ്ങൾ പാതിരാമണലിലെത്തി. പാതിരാമണലിൽ കാണാൻ വലിയ കാഴ്ചകളൊന്നും ഇല്ല എങ്കിലും നമ്മളൊരു വനത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നൊരു ഫീലിങ്. പിന്നെ അത് കൂടാതെ ഒരു ചെറിയ പാർക്കുണ്ടായിരുന്നു കേട്ടോ. പാർക്ക് കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും അവിടെ കണ്ട കൊച്ചുകുട്ടികൾ കളിക്കുന്ന ഊഞ്ഞാലിലും കറങ്ങുന്നതിനകത്തും ഒക്കെ കയറി നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. നല്ല രസമായിരുന്നു അത്. കുണ്ടറ സെൻറ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നിന്നും മർത്തോമറിയം സമാജത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന വിനോദ തീർത്ഥാടന യാത്ര ഇപ്പോൾ ആലപ്പുഴ പാതിരാമണലിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പാതിരാമണൽ എന്ന് പറയുന്നത്
ഒറ്റ രാത്രി കൊണ്ടുണ്ടായ ഒരു ദ്വീപ് സമൂഹമായതുകൊണ്ടാണ് ഇതിനെ പാതിരാമണൽ എന്ന് പറയുന്നത്. നമ്മളിതൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് കയറി നമ്മൾ വിശാലമായ സ്ഥലം കണ്ട് ആസ്വദിച്ചു. കുട്ടികളുടെ പാർക്ക് കുഞ്ഞുങ്ങളെക്കാൾ കൂടുതലായിട്ട് മുതിർന്നവർ ആസ്വദിച്ചു എന്നുള്ളത് പ്രത്യേക സന്തോഷമാണ്. ഇപ്പോൾ പാതിരാമണലിൽ വന്ന് നമ്മൾ സന്ദർശിച്ചിട്ട് വീണ്ടും നമ്മൾ ബോട്ടിനകത്തേക്ക് കയറുകയാണ്. ബോട്ടിനകത്ത് വളരെ രുചികരമായ ഭക്ഷണമൊക്കെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ബോട്ടിനകത്തേക്ക് ഇനിയും കയറി വീണ്ടും നമ്മൾ 2-3 ദേവാലയങ്ങളൊക്കെ സന്ദർശിച്ച് നമ്മൾ ആലപ്പുഴ ചെന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് നമ്മൾ മടങ്ങും. എല്ലാവർക്കും സന്തോഷമാണല്ലോ. ഓക്കെ, തീർത്ഥാടന യാത്ര ഇപ്പോൾ ആലപ്പുഴ പാതിരാമണൽ സന്ദർശിച്ചിട്ട് നമ്മൾ വീണ്ടും ഹൗസ് ബോട്ടിൽ വന്ന് രുചികരമായ ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് കഴിക്കുകയാണ്. എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം ഇവിടെ റെഡിയാണ്. അത് നമ്മുടെ മിനി ഇപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് വീണ്ടും നമ്മുടെ യാത്ര ഇപ്പോൾ തുടരുന്നതാണ്. ഇതുവരെ ദൈവം നമ്മളെ എല്ലാവരെയും കാത്തു പരിപാലിച്ചു. എല്ലാവർക്കും സന്തോഷകരമായൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വീണ്ടും നമുക്ക് സന്തോഷം മുമ്പോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് അവസാനത്തെ കുറേ കാഴ്ചകളെ കാണിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം നമ്മുടെ ചാർജൊക്കെ അങ്ങ് തീർന്നു കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റേതായ ഒരു വിഷമമുണ്ട്. ഓക്കെ, എന്നാലും കഴിവിൻ്റെ പരമാവധി ഇത്രയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മളുടെ യാത്രയുടെ ഏകദേശം അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ യാത്ര തിരിച്ച് പള്ളാത്തുരുത്തി പള്ളി കടവിൽ നിന്നും 6 മണിക്കൂറോളം ജലയാത്ര നടത്തി. വളരെ സന്തോഷപ്രദമായ യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തണ്ണീർമുക്കം ബണ്ട് സന്ദർശിച്ചു. അവിടെ നിന്ന് നമ്മൾ അർത്തുങ്കൽ ബസിലിക്കയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഒരു ദേവാലയമാണ്. വിശുദ്ധനായ സ്തെഫാസ്ത്യാനോസ് തിരുമേനിയുടെ പുണ്യവാളന്റെ ഓർമ്മയിൽ സ്ഥാപിതമായ പള്ളിയാണ് ഇവിടെ. ജനുവരി മാസത്തിലാണ് ഇവിടുത്തെ പെരുന്നാൾ നടക്കുന്നത്. ആ സമയത്ത് 10 ദിവസത്തേക്ക് രൂപം ഇവിടെ എഴുന്നള്ളിക്കും. ഭയങ്കരമായ അതിവിപുലമായ ജനങ്ങളാണ് ഈ പെരുന്നാളിന് ഇവിടെ വന്ന് കൂടുന്നത്. വളരെയധികം വിശ്വാസമുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവസന്നിധിയിലേക്ക് മധ്യസ്ഥതയിൽ നമ്മൾ അണയ്ക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു ലഭിക്കുന്ന ഒരു പള്ളിയാണ്. ഇവിടെ വന്ന് സന്ദർശിച്ചിരിക്കുന്ന നമുക്ക് ഏവർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴിയിൽ നമുക്ക് സമാധാനം ഉണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ ഈ മധ്യസ്ഥൻ്റെ അഭയം നമ്മൾക്ക് കോട്ടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾക്ക് ഒരു ഡെസ്റ്റിനേഷനും കൂടെ ഉണ്ട്. അത് നമ്മളുടെ ആലപ്പുഴ ബീച്ചാണ്. അവിടെയും കൂടെ സന്ദർശിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം പ്രദേശമായ കുണ്ട്രയിലേക്ക്, നമ്മുടെ വലിയ പള്ളിയുടെ തീരങ്ങളിലേക്ക് നമുക്ക് സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ദിവസത്തെ നമ്മുടെ വിനോദ തീർത്ഥാടന യാത്ര ഇവിടെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. രാവിലെ 6 മണിക്ക് പ്രാർത്ഥനയോടുകൂടി കുണ്ടറ വലിയ പള്ളിയിൽ നിന്നും നമ്മൾ ആരംഭിച്ചു. നമ്മുടെ പ്രിയങ്കരനായ വല്യച്ഛനും കൊച്ചമ്മയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഏകദേശം 52 പേരുണ്ട്. ഈ ബസ്സിൽ സാരഥികൾ റെജിയും അൽത്താഫുമാണ്. വളരെ ഭംഗിയായിട്ട് നമ്മൾ പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ അവർ നമ്മളെ കൊണ്ടുപോയി. രാവിലെ നമ്മൾ ആലപ്പുഴയിലുള്ള ബ്രദേഴ്സ് ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. അതിനുശേഷം പള്ളാത്തുരുത്തി ചർച്ച് ഗ്രൗണ്ടിനടുത്തുള്ള കടവിലേക്ക് പോയി. അവിടെ നിന്നും ഹൗസ് ബോട്ടിൽ കയറി ഏകദേശം 5.5-6 മണിക്കൂറോളം കായലിൻ്റെ ഓളങ്ങളിലൂടെ നമ്മൾ നടന്നു. പിന്നീട് നമ്മൾ തുരുത്തിലേക്ക് പോയി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പാതിരാമണലിൻ്റെ അർത്ഥവ്യാപ്തികളൊക്കെ നമ്മൾ അറിഞ്ഞ് തിരിച്ച് നമ്മൾ വീണ്ടും തണ്ണീർമുക്കം ബണ്ടിലേക്ക് പോയി. അറബിക്കടലിൽ നിന്നും ഉപ്പുനീരൊഴുകി വരുന്നത് തടയാനായിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തെ നിർമ്മിച്ച ബണ്ടാണത്. അതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ സ്തെഫസ്ത്യാനോസ് സഹദയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന അർത്തുങ്കൽ ബസിലിക്കയിൽ പോയി നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ നമ്മളവിടെ കാഴ്ചവെച്ചു. നേർച്ചകളൊക്കെ സമർപ്പിച്ചിട്ട് തിരിച്ച് നമ്മൾ ആലപ്പുഴയുടെ തീരങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി അല്പസമയം അവിടെ ചെലവഴിച്ചിട്ട് രാവിലെ നമ്മൾ പോകുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മളുടെ സപ്പറും കഴിച്ച്
സമാധാനമായി സന്തോഷത്തോടുകൂടി ഇതാ 12 മണിയോട് അടുക്കുന്നു, നമ്മൾ ഈ പള്ളിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഈ യാത്രയിലുടനീളം എന്നോട് സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. പ്രായം കൊണ്ട് നമ്മുടെ ലുധിയാമാമ, ലീലമാമ, കുഞ്ഞുകുഞ്ഞൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെയും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. നമ്മുടെ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അച്ഛനുണ്ട്, കൊച്ചമ്മയുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും ഇതുപോലെയുള്ള യാത്രകളിൽ നമുക്ക് ഒരുമിച്ച് ചേരാം, പ്രാർത്ഥനയിലായിരിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പം എന്തായാലും ഈ യാത്ര വളരെ സന്തോഷമായിരുന്നു, അനുഗ്രഹപ്രദമായിരുന്നു. നമുക്ക് വേണ്ടുന്നത് നല്ല കാലാവസ്ഥയൊക്കെ തന്ന ദൈവം നമ്മളെ സമാധാനമായിട്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ചിട്ട് നമ്മളെ തിരിച്ച് ഓരോരുത്തരെയും വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ഒരു കുഴപ്പവും ഉണ്ടായില്ല. വളരെ സന്തോഷമായിരുന്നു. ഇപ്പം നമ്മൾ കൂട്ടുകാരും ഒത്തുമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അല്ലേ? ഫാമിലിയായിട്ട് പോകുമ്പോൾ അത് വേറൊരു വൈബ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളതായ അവസരങ്ങളൊന്നും പാഴാക്കാതെ പള്ളിയിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ പള്ളിയിൽ നിന്നോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെമ്പിളിൽ നിന്ന് പോകാനുള്ളവർക്ക്, മോസ്കിൽ നിന്ന് പോകാൻ പറ്റുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു യാത്രയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളത് മിസ്സാക്കാതെ പോകാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അയ്യോ പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള യാത്രകളൊന്നും മിസ്സാക്കാതെ എല്ലാവരും അത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി.